ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ദിവസം സർഫസ് ബോണ്ടിങ്ങിനെ പറ്റി പഠിച്ചു. ഇന്ന് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ആദ്യം ആനോഡിക് ബോണ്ടിങ്ങിനെ പറ്റി നോക്കാം. അപ്പോൾ ഈ ആനോഡിക് ബോണ്ടിങ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ സിലിക്കൺ വേഫേഴ്സിനെ തിൻ ഗ്ലാസ് അല്ലെങ്കിൽ ക്വാർട്സ് സബ്സ്ട്രേറ്റിലോട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആനോഡിക് ബോണ്ടിങ് യൂസ് ചെയ്യുന്നത്. Also, this anodic bonding provides a hermetic seal and is inexpensive method of die bonding. അന്നേരം ഈ ആനോഡിക് ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഹെർമെറ്റിക് അല്ലെങ്കിൽ എയർ ടൈറ്റ് സീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ ഇത് ഒരു ഇൻഎക്സ്പെൻസീവ് മെത്തേഡാണ്. ഡൈ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഎക്സ്പെൻസീവ് മെത്തേഡാണ് ആനോഡിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ആനോഡിക് ബോണ്ടിങ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ആ ഫിഗർ നോക്കുക. ദ സിലിക്കൺ വേഫർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് എ തിൻ ഗ്ലാസ് കൺസ്ട്രെയിൻഡ് ബേസ്. അന്നേരം ഒരു ഗ്ലാസ് വേഫർ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കൺസ്ട്രെയിൻഡ് ബേസിൻ്റെ ടോപ്പിലായിട്ട് ഒരു തിൻ ടോപ്പിൽ ഒരു സിലിക്കൺ വേഫർ നമ്മൾ പ്ലേസ് ചെയ്തേക്കുകയാണ്. A high DC voltage source about 1000 volt is applied across the set at a temperature between 450 and 900 degrees Celsius. അന്നേരം ഒരു സിലിക്കൺ വേഫർ ഒരു ഗ്ലാസ് കൺസ്ട്രെയിൻഡ് ബേസിൻ്റെ ടോപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു? ഒരു ഹൈ വോൾട്ടേജ്, ഏതാണ്ട് ഒരു 1000 വോൾട്ടേജ് DC അപ്ലൈ ചെയ്യുന്നു. കൂടാതെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 450 ആൻഡ് 900 ആ ഒരു റേഞ്ചിന് ഇടയിലായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ആനോഡിക് ബോണ്ടിങ് ഫോം ചെയ്യുന്നത്. അന്നേരം ആനോഡിക് ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു സിലിക്കൺ വേഫേഴ്സിനെ തിൻ ഗ്ലാസ് അല്ലെങ്കിൽ ക്വാർട്സ് സബ്സ്ട്രേറ്റിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആനോഡിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻഎക്സ്പെൻസീവ് മെത്തേഡാണ്. ഡൈ ബോണ്ടിങ്ങിലുള്ള ഒരു ഇൻഎക്സ്പെൻസീവ് മെത്തേഡാണ്. കൂടാതെ ഇതൊരു ഹെർമെറ്റിക് സീൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുന്ന മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വേഫർ എടുക്കുക, അതിൻ്റെ ടോപ്പിൽ നമ്മൾ സിലിക്കൺ വേഫർ പ്ലേസ് ചെയ്യുക, എന്നിട്ട് ഹൈ DC വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. പിന്നെ കൂടാതെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്ട് 450 ആൻഡ് 900 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലായിരിക്കും. ഇതിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ ആസ്പെക്ട് റേഷ്യോ ഓഫ് ബോണ്ടഡ് കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ ബോണ്ടഡ് കോമ്പൗണ്ട്സിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അടുത്തതാണ് സിലിക്കൺ ഫ്യൂഷൻ ബോണ്ടിങ്. സിലിക്കൺ ഫ്യൂഷൻ ബോണ്ടിങ് അല്ലെങ്കിൽ SFB എന്ന് വിളിക്കാം. Silicon fusion bonding is an effective and reliable technique for bonding two silicon wafers or substrates without the use of intermediate adhesives. അന്നേരം ഇത് സിലിക്കൺ ഫ്യൂഷൻ ബോണ്ടിങ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ബോണ്ടിങ് ടു സിലിക്കൺ വേഫേഴ്സ്, രണ്ട് സിലിക്കൺ വേഫറിനെ അല്ലെങ്കിൽ രണ്ട് സബ്സ്ട്രേറ്റിനെ അതിൻ്റെ ഇടയിൽ എന്ത് യൂസ് ചെയ്യുന്നില്ല? ഇൻ്റർമീഡിയറ്റ് അഡിസീവ്സ് യൂസ് ചെയ്യാതെ രണ്ട് സിലിക്കൺ വേഫറിനെ അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിനെ ബോണ്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സിലിക്കൺ ഫ്യൂഷൻ ബോണ്ടിങ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സിലിക്കൺ ഫ്യൂഷൻ ബോണ്ടിങ് പ്രോസസ്സിന് പല പല സ്റ്റേജസ് ഉണ്ട്. അന്നേരം ഈ ബോണ്ടിങ് പ്രോസസ്സ്, സിലിക്കൺ ഫ്യൂഷൻ ബോണ്ടിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലീനിങ്ങിൽ കൂടിയാണ്. അത് നല്ല രീതിയിൽ അതിൻ്റെ ബോണ്ടിങ് സർഫസസ് നല്ല രീതിയിൽ നമ്മൾ ചെയ്യണം? ക്ലീനിങ് ചെയ്യണം. പിന്നെ കൂടാതെ ഈ സർഫസസ് ചെയ്യണം? പോളിഷ് ചെയ്യുകയും വേണം. അന്നേരം ഈ സിലിക്കൺ ഫ്യൂഷൻ ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രൂ ക്ലീനിങ് ഓഫ് ബോണ്ടിങ് സർഫസസ്. ദെൻ ദീസ് ബോണ്ടിങ് സർഫസസ് മസ്റ്റ് ബി പോളിഷ്ഡ്. ഈ ബോണ്ടിങ് സർഫസസ് ചെയ്യണം? പോളിഷ് ചെയ്യണം. ദെൻ made hydrophilic by exposing to boiling nitric acid. എന്നിട്ട് നമ്മൾ ഈ സർഫസിനെ ഹൈഡ്രോഫിലിക് ആകും. എന്ത് വെച്ചാണ് എന്തിനെ എക്സ്പോസ് ചെയ്താണ്? ബോയിലിംഗ് നൈട്രിക് ആസിഡിലോട്ട് എക്സ്പോസ് ചെയ്ത് നമുക്ക് ഇതിനെ ഹൈഡ്രോഫിലിക്കും ആക്കാം. അപ്പോൾ ഈ രണ്ട് സർഫസസിലും നാച്ചുറലായി ബോണ്ട് ചെയ്യും. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഈ രണ്ട് സർഫസസും ഏർപ്പെടും? ബോണ്ടിങ്ങിൽ ഏർപ്പെടും. പിന്നെ ഈ ബോണ്ടിങ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഹൈ ടെമ്പറേച്ചർ നമുക്ക് അപ്ലൈ ചെയ്യാം. മനസ്സിലായോ?
അന്നേരം ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ അവ തമ്മിൽ ബോണ്ടഡ് ആവും. എങ്കിലും നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ബോണ്ടിങ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. ഏതാണ്ട് 1100 ഡിഗ്രി സെൽഷ്യസ് ടു 1400 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും ടെമ്പറേച്ചർ കൊടുക്കുന്നത്. ദ SFP പ്രോസസ് ഈസ് ദസ് കൺസിഡേർഡ് എ കെമിക്കൽ ബോണ്ടിങ് പ്രോസസ്സ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെയൊക്കെ ബോണ്ടിങ് സംഭവിക്കുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് ഇങ്ങനെയും പറയാം, കെമിക്കൽ ബോണ്ടിങ് പ്രോസസ്സ് എന്നും പറയാം. ആൻഡ് ദ സർഫസ് ട്രീറ്റ്മെൻറ്റ് ഈസ് ക്രിട്ടിക്കൽ ടു ദ സക്സസ് ഓഫ് സച്ച് ബോണ്ടിങ്. അന്നേരം നമ്മളിവിടെ പറഞ്ഞു സർഫസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, പോളിഷ് ചെയ്യുകയും പിന്നെ എന്താണ് ക്ലീൻ ചെയ്യുകയും പോളിഷ് ചെയ്യുകയും പിന്നെ അതിനെ ഹൈഡ്രോഫിലിക് ആക്കുകയൊക്കെ വേണം. അന്നേരം ഈ സർഫസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സംഭവം. അന്നേരം അതിൻ്റെ സക്സസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സിലിക്കൺ ഫ്യൂഷൻ ബോണ്ടിങ് എന്തുമാത്രം സ്ട്രോങ് ആണ് എന്നുള്ളത്. സെവറൽ ആപ്ലിക്കേഷൻസ് ഓഫ് സിലിക്കൺ ഫ്യൂഷൻ ബോണ്ടിങ് ഇൻ മൈക്രോ പ്രഷർ സെൻസേഴ്സ് ആൻഡ് ആക്സിലറോമീറ്റേഴ്സ് ഹാവ് ബീൻ റിപ്പോർട്ടഡ്. അന്നേരം ഇത് പല മൈക്രോ പ്രഷർ സെൻസറിലും അതേപോലെ ആക്സിലറോമീറ്റേഴ്സിലും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, സിലിക്കൺ ഫ്യൂഷൻ ബോണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിലിക്കൺ ഫ്യൂഷൻ ബോണ്ടിങ്ങും അതേപോലെ ആനോഡിക് ബോണ്ടിങ്ങുമാണ്. 2 ടോപ്പിക്കും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ലെക്ചറുമായി കാണാം. സീ യു.